ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നങ്ങ് പറയും. ഫില്ല് ചെയ്ത ആള് ഫില്ല് ചെയ്തിട്ട് സമയത്ത് ഫില്ല് ചെയ്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നോസിൽ നേരെ തിരിച്ചടിക്കുക ചെയ്തത്. അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു പരിസരത്ത് മാറുക. അത് കാറാണെങ്കിലും ഓട്ടോറിക്ഷ ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും ഒരു സിലിണ്ടേഴ്സ് നിറച്ചിട്ട് ഓടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചിന്താഗതി അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതൊരിക്കലും ഒരു ഫ്യൂച്ചർ ആവില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇനി ഓക്കെ, നമുക്ക് അതൊക്കെ നിർത്താം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു മോട്ടോർ സൈക്കിൾ എന്നെ ഞെട്ടിച്ച കുറച്ച് സംഭവങ്ങളാണ്. ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ CNG മോട്ടോർ സൈക്കിളാണ്. ഇതിലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും ഓടിച്ച് എന്തെനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഓടിക്കാം, നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം. പക്ഷേ എൻ്റെ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര മോശമാണ് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇത്ര ഓടിക്കാൻ കിട്ടിയുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഓടിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ബജാജിന്റെ കുറച്ച് ഇങ്ങനെ റിലയബിലിറ്റി, ക്വാളിറ്റി സീനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്വിച്ച് ഗിയറൊക്കെ ഒരു പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. പക്ഷെ എന്നാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയുണ്ട്. ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലുക്കിന് കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അടിപൊളിയായിട്ട് ലുക്ക്. ഈ ഒരു സെയിം സാധനം പിന്നെ നമുക്ക് അവരുടെ ഏറ്റവും പുതിയ NS125 കാണാൻ പറ്റി. ഇതിലെനിക്ക് നല്ല ഭംഗി ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഭംഗിയുണ്ടല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഭംഗിയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടമായി, ഓവറോൾ എനിക്കിഷ്ടമായി. പിന്നെ ഈ ഒരു സാധനം NS125 വന്നപ്പോൾ എനിക്ക് അത്ര ഒരു വൃത്തി തോന്നിയില്ല. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, ഗ്യാസും കുറ്റിയുടെ മുകളിൽ ഇരുന്ന് ഓടിക്കുക. എന്റെ പൊന്നോ, അതിന് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് പറയാം. കാരണം ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ബജാജ് ചെയ്തേക്കണത്. അതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല എന്നല്ല, പറയാൻ കുറെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. പിന്നെ ഞാൻ CNG മാത്രം ഓടിച്ചുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പെട്രോൾ അടിച്ചിട്ടില്ല ഷോറൂമുകാർ. അതുകൊണ്ട് പെട്രോളിന്റെ ഫീൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പെട്രോളിന്റെ ഫീൽ എനിക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു 110cc ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബജാജ് പ്ലാറ്റിനൊക്കെ ഓടിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. ഓൾമോസ്റ്റ് ആ ഒരു രീതിയിലുള്ള ഒരു എർഗണോമിക്സ് ആയിട്ട് തോന്നി. അത്യാവശ്യം നല്ല ഒരു ബ്രേസ് ഒക്കെ കൊടുത്തിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ, പിന്നെ വലിയ ലോങ് ആയിട്ടുള്ള സീറ്റ്. അതാണ് എനിക്കൊരു ഹൈലൈറ്റ്. സീറ്റ് അടിപൊളിയുണ്ട്. സസ്പെൻഷൻ കുറച്ചുകൊണ്ടൊന്ന് ഫ്രണ്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് മോട്ടോ ക്രോസിൽ ഇറക്കാം. ചുമ്മാ പറഞ്ഞതാ, അതിനുള്ള പവറൊന്നും ഇല്ല. അന്നേരം നമുക്ക് ഓടിക്കാം, ഫണ്ണൊക്കെ ആയിട്ട് ഓടിക്കാം. പിന്നെ ഡിസൈൻ സീറ്റ് ആയിട്ട് അത്യാവശ്യം അത്ര വലിയ മാരകമായിട്ടുള്ള സീറ്റ് ആയിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കാല് കുത്താം. എന്നാലും സീറ്റ് 8ന്റെ കാര്യത്തിൽ ആദ്യം കുറച്ചിങ്ങനെ എല്ലാവരും പറഞ്ഞിരുന്നു, സീറ്റ് 8 കമ്പയർ ടു ബാക്കിയുള്ള കമ്പ്യൂട്ടറായിട്ട് നോക്കുമ്പോൾ ഇതിന് സീറ്റ് 8 കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇവരെന്താ ചെയ്തേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ സീറ്റ് ഒരു മോട്ടോക്രോസ് സ്റ്റൈൽ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു തൈ സെക്ഷൻ വരുമ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ നാരോ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഒരു സീറ്റ് 8ന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിലാണ് 3 ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, 3 വേരിയന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അധികം ദൂരം ഓടിക്കാവുന്നില്ല കേട്ടോ. ഇവരൊരു ചെറിയൊരു ഇങ്ങനെ ഒരു പറമ്പിൽ ഓടിക്കാന്ന്. ഈ പറമ്പിൽ എനിക്ക് ഷോറൂം വരുന്നത് പക്ഷേ ഈ വണ്ടി TP ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള എന്തായാലും നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് സംസാരിക്കാം. ഓക്കെ, സൗണ്ട് കേൾപ്പിക്കണം. അപ്പോൾ എന്തായാലും ഫ്രീഡം 125 എന്ന് പറയുന്ന ആ ഒരു ബൈക്ക് ഓടിച്ചു വന്നിട്ട് ഞങ്ങൾ കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ട്. പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല, കുറച്ച് തിരക്കായി പോയി. പിന്നെ അതിന് മുൻപ് ഞങ്ങളൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ലൈവ് നമ്മൾ ഈ ഒരു സൺഡേ ലൈവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു December 15-ന്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ലൈവ് വരാൻ സാധിച്ചില്ല. ഞങ്ങൾ വരാത്ത ഇഷ്യൂ അല്ല, ഞങ്ങൾ 9 മണി തൊട്ടിട്ട് ഏകദേശം ഒരു 9:45 വരെ ലൈവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. ലൈവ് ഹോസ്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത് പബ്ലിഷ് ആവുന്നുണ്ട്, പക്ഷേ ആർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ആർക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞങ്ങൾ ഇന്നും ട്രൈ ചെയ്ത് നോക്കി. ഇന്ന് തിങ്കൾ 16-ാം തീയതി, ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഇന്നും ഞങ്ങൾക്ക് സെയിം അവസ്ഥ. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി നോക്കട്ടെ അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. എന്തായാലും നമ്മൾ ലൈവ് വരും, മന്ത്ലി ഒരു തവണയെങ്കിലും നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. ഇനി ഫ്രീഡം 125നെ കുറിച്ച് പറയാം. ഫ്രീഡം 125 എന്ന് പറയുമ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ബജാജിൻ്റെതായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വാളിറ്റിയാണ്. നമുക്ക് സൈക്ലിംഗ് പാർട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിന്റെ ബോഡി ആണെന്നുണ്ടെങ്കിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ബജാജിന്റെ ഒരു ക്വാളിറ്റി അതിന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. ഡിസൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അലന് ഇഷ്ടമായിട്ടില്ല എന്നുള്ള കാര്യം അലൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു കമ്പ്യൂട്ടർ, ഒരു ഡിഫറെൻറ്റ് ലുക്കിംഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന രീതിയിലാണ് ബജാജ് ഈ പറയുന്ന ഫ്രീഡം 125 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഓക്കെ, നമുക്ക് അതൊക്കെ നിർത്താം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു മോട്ടോർ സൈക്കിൾ എന്നെ ഞെട്ടിച്ച കുറച്ച് സംഭവങ്ങളാണ്. കുറേ നാളുകൾക്ക് മുൻപ് കവാസാക്കി അവരുടെ ഹൈഡ്രജൻ വെഹിക്കിളിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് H2-നെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ബൈക്കാണ്. ഹൈഡ്രജൻ സിലിണ്ടേഴ്സ് വെക്കാനായിട്ട്, ഹൈഡ്രജൻ സിലിണ്ടർ ആണ് നമ്മുടെ ഈ പറയുന്ന CNG അല്ല, ഹൈഡ്രജൻ സിലിണ്ടേഴ്സ് വെക്കാനായിട്ട് നമ്മുടെ ബാക്ക് പാനിയേഴ്സ് വരില്ല, നമ്മുടെ ലഗേജ് ഒക്കെ വെക്കുന്ന പാനിയേഴ്സ് പോലെയുള്ള 2 ബോക്സിലും നിറച്ച് ഹൈഡ്രജന്റെ ചെറിയ ചെറിയ സിലിണ്ടേഴ്സ് ആണ് അതിൽ കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ എഞ്ചിനീയർ സ്റ്റുഡൻസിനും ഡിപ്ലോമ സ്റ്റുഡൻസിനും ഒക്കെ ക്ലാസ് എടുക്കുന്ന കാര്യം കുറച്ച് പേർക്ക് അറിയുന്നു വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹൈഡ്രജൻ പോലുള്ള ഒരു ഫ്യൂലൊക്കെ മോട്ടോർ സൈക്കിൾ വരാനായിട്ട് ഭയങ്കര റിസ്ക് ആണ്. കാരണം അങ്ങനെയുള്ള ഒരു സിലിണ്ടർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. കാരണം ഒരു
ഒരേ ഒരു ബ്രാൻഡാണ് ഇത് പ്രോപ്പറായിട്ട് കാണിച്ചിരുന്നത്. അത് കവാസാക്കി മാത്രമായിരുന്നു. അത് ഈ പറയുന്ന പോലെ പാനിയേഴ്സിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ 2 ലഗേജ് റാക്കിലും ഒരു സിലിണ്ടേഴ്സ് നിറച്ചിട്ട് ഓടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചിന്താഗതി അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതൊരിക്കലും ഒരു ഫ്യൂച്ചർ ആവില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് എന്നെ ഈ പറയുന്ന ഫ്രീഡം 125 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ഡീറ്റെയിലിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ലോഞ്ചിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഒരാൾക്ക് അത് വളരെ വലിയൊരു ഞെട്ടിക്കലായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സീറ്റിന്റെ അടിയിൽ നമ്മളൊരു സിലിണ്ടറിന്റെ മുകളിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ടൈപ്പില് ഒരു മോട്ടോർ സൈക്കിൾ ബജാജ് കൊണ്ടുവരുന്നു. അതിൽ തന്നെ ആ ഒരു ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ബ്രാൻഡുകളും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും സ്റ്റിൽ പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടി കവാസാക്കി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് റണ്ണിങ് കണ്ടീഷനുള്ള ഒരു ഡിസൈൻ. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീമാകാരമായിട്ടുള്ളൊരു വണ്ടി ഞാൻ കാണിച്ചിരുന്നില്ല നേരത്തെ. ഭീമാകാരമായിട്ടുള്ള വണ്ടി. അത് എക്സ്ട്രീമിനെ ബേസ് ചെയ്തിട്ടാണ്. പവർഫുൾ ആയിട്ടുള്ള ബൈക്കാണ്. ഇതുമാതിരി കമ്പ്യൂട്ടർ അല്ല, എന്തോ ആയിക്കോട്ടെ. ഒരു സിലിണ്ടർ ബജാജ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു സിലിണ്ടർ വെച്ചിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ബജാജ് കൊണ്ടുവന്നതില് ബജാജിനെ നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കണം. പലതരത്തിലുള്ള ടെസ്റ്റിങ്സ് ഓൾറെഡി ബജാജ് ഈ ഒരു സിലിണ്ടറിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 11 ടെസ്റ്റോളമാണ് ബജാജ് സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ഇതിന് വേണ്ടി നടത്തിയിരിക്കുന്നത്. അതിൽ പലതരത്തിലുള്ള ഇമ്പാക്ട് ടെസ്റ്റ് ഉണ്ട്. ഫ്രണ്ട് എന്നുള്ള ഇമ്പാക്ട്, റിയർ എന്നുള്ള ഇമ്പാക്ട്, ഡ്രോപ്പ് ടെസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റ് നടത്തിയിട്ട് ഈ പറയുന്ന CNGയുടെ ടാങ്കിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത് ബജാജ് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും 1-2 സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഒരെണ്ണം ഈ പറയുന്ന പോലെ സിലിണ്ടറിന്റെ നോസിലൂടെ CNG പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമുക്ക് റിസൾട്ട് വന്നിട്ടില്ല. അടുത്തൊരു പ്രോബ്ലം കണ്ടത് CNG ഫില്ല് ചെയ്യുന്ന സമയത്ത് CNG ഫില്ല് ചെയ്യുന്ന ആ ഒരു ഗണ്ണ് തിരിച്ച് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഒരു CCTV വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഒന്നും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ പറയുന്ന CNG ഫില്ല് ചെയ്യുമ്പോൾ ആ ഒരു ഫില്ലർ തെറിച്ചു വന്നത് ആ ഫില്ലറിന്റെ കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ലോക്ക് ചെയ്യാത്തതിന്റെ അവസ്ഥ കൊണ്ടാണെന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ പലതരത്തിലുള്ള ലോറി ഇടിച്ചിട്ടും അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റിങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബജാജ് വളരെയധികം കോൺഫിഡൻസ് ആണ് ഇതൊരു കമ്പ്യൂട്ടർ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഇതിന്റെ നോസിൽ അടയ്ക്കാൻ മറക്കുക അല്ലെങ്കിൽ നോസിൽ ഊരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു മോട്ടോർ സൈക്കിൾ ഓഫ് ആവും. പിന്നെ അതിന് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സേഫ്റ്റി വാൽവ് കൊടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു മോട്ടോർ സൈക്കിളിലെ ബജാജ് കൊണ്ടുവന്ന് സേഫ്റ്റി എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ CNG മോട്ടോർ സൈക്കിൾ ആണ് ഈ ഒരു ഫ്രീഡം 125. അപ്പൊ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു മോട്ടോർ സൈക്കിൾ ആണ് ഫ്രീഡം 125. അതിൽ ട്രെല്ലീസ് ഫ്രെയിം കൊടുത്ത് പ്രോപ്പർ ആയിട്ട് ഒരു സിലിണ്ടർ ഇരിക്കുന്ന പോലെ ആ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ബജാജിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഹൈഡ്രജന്റെ കാര്യവും CNGയുടെ കാര്യവും രണ്ട് തരത്തിലാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫ്യൂച്ചർ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫ്യൂവലാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്ക് കുറെ പേർക്ക് അത് അറിയും. അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നതിന്റെ ഫില്ല് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 700 ബാർ ടു ഒരു 750 800 ബാറൊക്കെ ആയിരിക്കും. ആ ഒരു സ്ഥാനത്ത് CNG നമ്മൾ ഫില്ല് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഒരു 200 ടു 250 ബാറൊക്കെ ആയിരിക്കും. ബാർ പ്രഷറിലാണ് അത് ഫില്ല് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് അറിയുന്നതായിരിക്കും, CNG കാറിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് CNG ഫില്ല് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എത്ര പേര് കാറിലുണ്ടോ ആ ഒരു ആളുകളൊക്കെ കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കണം. അത് എക്സ്പ്ലോഷൻ ആ ഒരു എക്സ്പ്ലോഡ് ആവാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അതുപോലുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത്. പിന്നെ അത്രയും ഹൈ പ്രഷറിലാണ് ഈ ഒരു കാര്യം ഫില്ല് ചെയ്യുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നതിന്റെ വലിയൊരു എന്താ പറയാ ഒരു ക്ലൈംബിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ അതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതിനിടയിലാണ് ബജാജ് CNG എന്ന് പറയുന്ന കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം കണ്ടുപിടിച്ചെന്നല്ല, അതിനനുസരിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നത്. CNG എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ നമുക്ക് പിന്നീട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഫ്യൂൽ തന്നെയാണ് CNG എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില വലിയ മോട്ടോർ സൈക്കിൾസിൽ കാണുന്ന പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് നമുക്ക് മീറ്റർ കൺസോളിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതെനിക്ക് ചില മോട്ടോർ സൈക്കിളിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ കൊടുത്തപ്പോൾ എനിക്ക് വളരെയധികം അതിശയമായി. പിന്നെ ഞാൻ റോഡിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ആളുകൾ ഈ പറയുന്ന ഈ ഫ്രീഡം 125 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇതിന്റെ ചില കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ LML എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അവരുടെ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ, പഴയ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട്. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ പേരിലാണ് ഈ ഒരു 125 അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്ന പേര് ബജാജ് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവര് ലീഗലി കുറച്ച് കേസും കാര്യങ്ങളൊക്കെ
നടന്നിരുന്നു. ഇപ്പൊ എന്തായെന്ന് എനിക്കറിയില്ല. ഇതിന്റെ മൈലേജ്, റൈഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ടെസ്റ്റ് റൈഡ് ബൈക്ക് ഓടിച്ച്, അതുകൊണ്ട് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള മൈലേജ് ഒന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ കുറെ നമ്മൾ റിവ്യൂ ഒക്കെ കാണുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടിയവരുണ്ട്. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ CNGയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ CNGയുടെ ടാങ്ക് ടെസ്റ്റ് ചെയ്യണം. ഹൈഡ്രോ ടെസ്റ്റ് എന്ന് പറയാം. ഹൈഡ്രോ ടെസ്റ്റ് എന്ന് പറയുന്നത് വെള്ളം നിറച്ച് പ്രഷറൈസ് ചെയ്തിട്ട് അതിൽ വല്ല ലീക്ക് ഉണ്ടോ, കൊറോഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള ഒരു ടെസ്റ്റ് 3 കൊല്ലം കൂടുമ്പോൾ നടത്തേണ്ടതായിട്ടുണ്ട്. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ ഓട്ടോ എടുക്കുക, CNG ഓട്ടോ എടുക്കുക, CNG കാർ എടുക്കുക. ഈ CNG കാറിന്റെയും ഓട്ടോന്റെയും CNG ടാങ്ക് ഇരിക്കുന്നത് എഞ്ചിൽ നിന്ന് നല്ല അകലെയായിരിക്കും. ഇപ്പോൾ CNG ഓട്ടോയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ CNG ഓട്ടോയുടെ ടാങ്ക് ഇരിക്കുന്നത് ഡ്രൈവറിന്റെ സീറ്റിന്റെ അടിയിലും എഞ്ചിൻ ഇരിക്കുന്നത് ബാക്ക് സൈഡിലായിരിക്കും. ഇത് തന്നെയാണ് കാറിലും. കാറിൽ CNG ടാങ്ക് ഇരിക്കുന്നത് ബൂട്ടിലും, അതുപോലെ തന്നെ എഞ്ചിൻ വരുന്നത് ഫ്രണ്ടിലായിരിക്കും, കാറിന്റെ ഫ്രണ്ടിലായിരിക്കും. ആ ഒരു സ്ഥാനത്ത് ഈ പറയുന്ന ഫ്രീഡം 125 കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എഞ്ചിന്റെ തൊട്ട് മുകളിലായിട്ടാണ് CNG ടാങ്ക് വരുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്, കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, കംപ്രഷൻ റേഷ്യോ കുറവാണ്, ഹീറ്റ് കുറവായിരിക്കും. എന്നിരുന്നാലും അവിടെ ഒരു ചെറിയൊരു റിസ്ക് എലമെന്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ ബജാജ് പറയുന്നത് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതിൽ. അതിനോടൊപ്പം തന്നെ ഈ ഒരു സീറ്റ് ഹൈറ്റ് കൂടാനായിട്ടുള്ള കാരണം തന്നെ ഈ ഒരു എഞ്ചിനും CNG ടാങ്കും തമ്മിലുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇനി ഇതുകൊണ്ടാണോ കവാസാക്കിയുടെ H2 ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈഡ്രജൻ ഫ്യൂൽ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള ബൈക്കിന്റെ ഹൈഡ്രജൻ ടാങ്ക് ബൈക്കിന്റെ ബാക്കിലും അതുപോലെ തന്നെ എഞ്ചിൻ ഫ്രണ്ടിലും വരുന്നേ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു എഞ്ചിനാണ്. പിന്നെ CNG എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200+ ബാറിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അത് ഫില്ല് ചെയ്യാൻ സമയത്ത് അവിടെ ആ ഒരു പരിസരത്ത് മാറുക, അത് കാറാണെങ്കിലും ഓട്ടോറിക്ഷ ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇത്രയും പ്രഷറിലാണ് അടിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുക. പിന്നെ മറ്റു തരത്തിൽ നോക്കുമ്പോൾ ബജാജ് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ഇത്രയും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുള്ള അവിടെയുള്ള എക്സിക്യൂട്ടീവ് ഒരു ലേഡി ആയിരുന്നു. അടിപൊളി സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു, നല്ല നോളജ് ഉണ്ട്. നോർമലി ഞാൻ മാർക്കറ്റിങ്ങും ഇതുപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെയൊക്കെ ട്രെയിനിങ് കൊടുത്തിരുന്നതാണ് മുൻപ്. അപ്പോൾ നമുക്കറിയാം ഓരോരുത്തരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ അടിപൊളിയായി പഠിച്ച് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ചിലടത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേതാ വണ്ടി ഏതാ കിണ്ടി ഏതാന്ന് ചോദിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പലതവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്ത് പറഞ്ഞത് മാത്രം. അപ്പോൾ ഇതുപോലുള്ള ടെസ്റ്റ് റൈഡ് വീഡിയോസ് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.